Guten Tag. വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഫ്ലീസൻ ഡോയ്ച്ച് പ്രോഗ്രാമിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജെയിംസ്. നമ്മൾ ജർമ്മൻ പഠിക്കുവാനുള്ള ഫൗണ്ടേഷൻസ്, A1 ലെവലിലുള്ള ഫൗണ്ടേഷൻസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ A1 to B2, IELTS, OET, PTE, TOEFL എന്നീ കോഴ്സുകളാണ് ഓഫർ ചെയ്യുന്നത്. ഇതിന്റെ കൂടുതൽ വിശദ വിവരങ്ങൾ തുടർന്നുള്ള സ്ലൈഡുകളുടെ അടിയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് ലഭിക്കുന്നതാണ്. ഒരു കാര്യം മാത്രം, വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരിക്കൽ ഫീസ് അടച്ചാൽ സ്കോർ കിട്ടുന്നതുവരെ പഠിക്കാം. ഇനി എന്തെങ്കിലും കാരണവശാൽ അവർ എഴുതുമ്പോൾ ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ അവർ ഫെയിൽ ആയാലും അവർക്ക് വീണ്ടും തുടർന്ന് പഠിക്കുന്നതിന് യാതൊരു ഫീസും അടയ്ക്കേണ്ടതില്ല. മെറ്റീരിയലും എല്ലാം ഉൾപ്പെടെ ഫീസിലാണ്. വളരെ ചുരുങ്ങിയ ഫീസിൽ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം കൂടിയാണെന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ ഇന്നു മുതൽ A1 ലെവലിലുള്ള ഫൗണ്ടേഷൻ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഉദ്ദേശം, ഈ ഉടനെ തന്നെ ജർമ്മൻ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പലർക്കും സംശയമുണ്ടാകുന്ന ഒരു കാര്യമാണ്, എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ, അതോ എനിക്ക് ഇത് പഠിച്ചെടുക്കുവാൻ കഴിയുമോ എന്നൊക്കെയുള്ള ആശങ്ക പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ജർമ്മൻ പരിചയപ്പെടുക, പഠിക്കുന്നതിൻ്റെ ഒരു ഫൗണ്ടേഷൻ മനസ്സിലാക്കുക. 2 വിബ്ജിയോർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കുവാൻ കഴിയുമോ എന്നുള്ള ഒരു ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വിശദ വിവരങ്ങൾ അറിയുവാനായിട്ട് കൊട്ടിയൂർ, കാഞ്ഞിരപ്പള്ളി, കാസർഗോഡിൽ ഇത് ഏതെങ്കിലും ബ്രാഞ്ചുകളിലേക്ക് ജോയിൻ ചെയ്യുവാൻ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ ആദ്യമായിട്ട് ആൽഫബറ്റ്സ് പഠിക്കുകയാണ്. പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം ഓർമ്മിക്കുക, ജർമ്മൻ ഭാഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത്, ഇതിൽ എല്ലാ നൗണുകൾക്കും, ഏത് തരത്തിലുള്ള നൗൺ, ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രോപ്പർ നൗണുകൾക്ക് മാത്രമാണ്. എന്നാൽ ജർമ്മനിൽ നമുക്ക് എല്ലാ നൗണുകൾക്കും നിർബന്ധമായിട്ടും ഒരു ആർട്ടിക്കിൾ ഉണ്ടാകും. 2, ഈ നൗണുകൾ നമ്മൾ എവിടെ എഴുതിയാലും ആ നൗണുകൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് പ്രോപ്പർ നൗണുകൾ ഒഴികെ ബാക്കി എല്ലാ നൗണുകൾക്കും ആർട്ടിക്കിൾ ഉണ്ടാകും. എല്ലാ നൗണുകളും ആരംഭിക്കുക ഒരു ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഇനി ജർമ്മൻ ഈ ആർട്ടിക്കിൾ വരുന്നത് അതിൻ്റെ ഒരു ജെൻഡർ നോക്കിയിട്ടാണ്. പക്ഷെ ഗ്രമാറ്റിക് ജെൻഡർ ആണ്, ബയോളജിക്കൽ ജെൻഡർ അല്ല. അത് തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഞാൻ വ്യക്തമാക്കുന്നതുമാണ്. ഇവിടെ നമുക്ക് ആരംഭിക്കാം. ആൽഫബറ്റ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം, ഇംഗ്ലീഷിലുള്ള 26 അക്ഷരങ്ങളും ജർമ്മനിലുമുണ്ട്. എന്നാൽ അതിൻ്റെ പ്രൊനൗൺസിയേഷനിൽ, ഉച്ചാരണത്തിൽ ഒരല്പം വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ അക്ഷരം ആ. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മൾ എ എന്നാണ് പറയുക, അത് ജർമ്മനിൽ പറയുമ്പോൾ ആ. ബേ, സേ. സേ വെറും സേ എന്നല്ല, ട് എന്നുള്ളൊരു ശബ്ദം കൂടി അതിനോടൊപ്പം വരണം. സേ. ഡേ, എ, എഫ്, എഫ്. ഗേ, ഗേ. ഹ, ഹ. ഉണ്ടോ? എച്ച് എന്നല്ല പറയാം, ഹ. ഈ, ഈ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഈ ജെ എന്നുള്ള അക്ഷരം നമ്മൾ ഉച്ചരിക്കുക, യോട്ട്, യോട്ട്, യോട്ട്. പക്ഷെ അത് ഉച്ചാരണത്തിൽ വരുമ്പോൾ യാ എന്നുള്ളതായിരിക്കും എന്നുള്ളത് കൂടി ഓർത്തു വെക്കുക. അടുത്തത് ഖ, ഖ. എൽ, എൽ. എം, എം. എൻ, എൻ. ഓ, ഓ. പേ, പേ. കു, കു. യർ, യർ. അടുത്തത് യെസ്, യെസ്. ടേ, ടേ. ഉ, ഉ. ഇനി ഉള്ള അക്ഷരങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങളുണ്ട്, അത് ശ്രദ്ധിക്കുക. വി എന്ന് നമ്മൾ എഴുതിയാൽ അത് വായിക്കുക ഫൗ, ഫൗ. പക്ഷെ അത് വായിക്കുമ്പോൾ അക്ഷരത്തിന്റെ ഉള്ളിൽ വരുമ്പോൾ അതിന് വരിക ഫ് എന്നുള്ളൊരു ശബ്ദമായിരിക്കും, ഓർത്താൽ മതി. ഫ് എന്നുള്ള ശബ്ദം. അടുത്തത് വേ, വേ. ഓക്കെ. ഇക്സ്, ഇക്സ്.
അടുത്തത് വൈ എന്നുള്ള അക്ഷരം ഉച്ചരിക്കുക യുപ്സിലോൺ, യുപ്സിലോൺ. പക്ഷെ അത് വേർഡിൽ വരുമ്പോൾ അതിനെ പ്രൊനൗൺസ് ചെയ്യുക യാ എന്നുള്ള രീതിയിലായിരിക്കും. അടുത്തത് നോക്കുക സെറ്റ്, സെറ്റ്, സെറ്റ്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊരു 4 സ്പെഷ്യൽ ലെറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് നോക്കി, മുകളിലുള്ള ഈ 3 അക്ഷരങ്ങളുടെ പ്രത്യേകത, അതിൻ്റെ ഓരോ അക്ഷരത്തിന്റെ മുകളിൽ നമുക്ക് 2 കുത്തുകളുണ്ട്. ആ 2 കുത്തുകളെ നമ്മൾ വിളിക്കുക ഉംലൗട്ട് എന്നാണ്, ഉംലൗട്ട്. പക്ഷേ അത് വരുമ്പോൾ ഒരു ഹാഫ് എ ആ അക്ഷരത്തിന്റെ കൂടെ വരും എന്ന് ഓർത്താൽ മതി. സോ ഒന്നാമത്തെ അക്ഷരം എ, അവിടെ നമ്മൾ വെറും ഉംലൗട്ട് ഇല്ലാതെ പറഞ്ഞാൽ ആ എന്നാണ് ഉച്ചരിക്കുക. ഉംലൗട്ടോട് കൂടി അത് എ, ഉയേ, ഉവേ, ഇതായിരിക്കും അതിൻ്റെ ഉച്ചാരണം. അടുത്തത് ഉള്ള അക്ഷരത്തെ നമ്മൾ ഷാർഫസ് എസ് എന്നാണ് വിളിക്കുക, ഷാർഫസ് എസ്, അല്ലെങ്കിൽ എസ് സെറ്റ് എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ വേറൊന്നും ചിന്തിക്കേണ്ട, 2 എസ്സുകൾ ഒരുമിച്ച് പറയുമ്പോൾ എങ്ങനെയാണോ പറയുക അതുപോലെ പറയുക, എന്നായിരിക്കും. ഇത് ക്ലിയർ ആണെന്ന് കരുതട്ടെ. ഇനി നമുക്ക് ഇതിന്റെ ഉച്ചാരണങ്ങളിലേക്ക് പോകാം. ഇവിടെ നോക്കാം. ഉച്ചാരണത്തിന് നമ്മൾ പറയുക, ജർമ്മനിൽ പറയുക ഔസ്പ്രാഹെ എന്നാണ്. സ്പ്രാഹെ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്. അപ്പൊ ഔസ്പ്രാഹെ എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം എന്നാണ് അർത്ഥം. ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ അക്ഷരം നമ്മൾ കാണുവാണ് ഔ. ഓക്കെ, ആ ഉ എന്ന് വന്നാൽ ഔ, ഔ. അപ്പോൾ ഇവിടെ നമുക്കൊരു വേർഡിന്റെ ഉള്ളിൽ ആ ഉ എന്ന് വരുമ്പോൾ അതിന് മുൻപിലുള്ള കോൺസണന്റിന്റെ കൂടെയാണ് നമ്മളത് കൂട്ടേണ്ടത്. അപ്പൊ നമുക്ക് പറയാം ബേ ആ ഉ ആണ്. അപ്പൊ ഔ എന്നാണ് ബൗ, ബൗവൻ, ബൗവൻ. ലൗട്ട്, ലൗട്ട്. ഔട്ടോ, ഔട്ടോ, ഓട്ടോ എന്നല്ല ഔട്ടോ. ബൗവൻ എന്ന് പറഞ്ഞാൽ ടു ബിൽഡ് എന്നാണ് അർത്ഥം. ലൗട്ട് എന്ന് പറഞ്ഞാൽ ലൗഡ് എന്നാണ് അർത്ഥം. ഔട്ടോ എന്ന് പറഞ്ഞാലോ കാർ എന്നാണ് അർത്ഥം. ഇനി നമുക്ക് അടുത്ത ഒരു ഡിപ്തോൺ വരുന്നത് എ ഇ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഐ, എ ഇ എന്നാൽ ഐ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം വാക്കുകൾ എങ്ങനെയാ വരുന്നതെന്ന്. ഐ, ക്ലൈൻ, ക്ലൈൻ, കണ്ടോ സ്മോൾ എന്നുള്ളതിന്റെ വാക്ക് ക്ലൈൻ. ഐസ്, ഐസ്ക്രീം, ഐസ് എന്നതിന്റെയൊക്കെ വാക്ക് ഐസ്. ഇനി നേരത്തെ നമ്മൾ ഈ അക്ഷരം നേരത്തെ കണ്ടതാണ് ഷാർഫസസ് അഥവാ സ് എന്നുള്ളതാണ്. പക്ഷെ അതിന് മുൻപ് ഹൈ, ഹേ, ഹ, എ ഇ ആണ്. ഹൈസൻ, ഹൈസൻ. സോ വി ഹൈസൻസി എന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കുന്നതിന് തന്നെയാണ് ഹൗ ആർ യു കോൾഡ് എന്നാണ് അത് ശരിക്കുള്ള അർത്ഥം. അടുത്തത് നോക്കി, ഇ എ എന്ന് വന്നാൽ നേരെ ലോങ് ആയിട്ടുള്ള ഇ ആയിട്ട് മാറി, ഈ. ഇവിടെ നമുക്ക് നോക്കാം ലീബൻ, ലീബൻ. സി, സി, ബിയർ, ബിയർ. ഓക്കെ, ലീബൻ എന്ന് പറഞ്ഞാൽ ടു ലവ്, സി എന്ന് പറഞ്ഞാൽ ഷീ, ബിയർ എന്ന് പറഞ്ഞാൽ ബിയർ. അടുത്ത വാക്ക് നമുക്ക് നോക്കാം. എ ഉ എന്ന് വന്നാലും ആ ഉംലൗട്ട് ഉ എന്ന് വന്നാലും ഒയ്, ഒയ് എന്നാണ് അർത്ഥം. ഇവിടെ നമുക്ക് നോക്കാം, ഒന്ന് മാർക്ക് ചെയ്ത് പോകാം. ടേ, എ ഉ, എ ഉ, എ ഉ, എ ഉ, കണ്ടോ എ ഉ. അപ്പൊ ഇത് ഒയ് എന്നാണ്. അപ്പൊ ഇനി അതിന്റെ മുൻപിലുള്ള അക്ഷരത്തിന്റെ കൂടെ നമുക്ക് കൂട്ടാം. ടേയുടെ കൂടെ ഒയ് എന്ന് പറഞ്ഞാൽ ടൊയ്. അപ്പൊ ടൊയ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പറയാം, ടൊയ്യർ, ടൊയ്യർ, എക്സ്പെൻസീവ്. ഹൊയ്റ്റെ, ഹൊയ്റ്റെ. നൊയ്, നൊയ്. ഷൗ, സോറി ഷൊയ്, ഷൊയ്, ഷൈ എന്നാണ് അർത്ഥം. ഫ്രൊയ്ഡെ, ഫ്രൊയ്ഡെ, ജോയ് അഥവാ സന്തോഷം എന്നാണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ആ ഉംലൗട്ടു എന്ന് വന്നാൽ അത് നമ്മൾ എന്ത് വെച്ചിരിക്കും, പൊയ് എന്നാണ്. ഇവിടെ കാണാം ബൊയ് മേ, ബൊയ് മേ, ട്രീസ് എന്നാണ് അർത്ഥം. ഹൊയ്സർ, ഹൗസസ് എന്നുള്ള അർത്ഥം. മൊയ്സർ, മൈസ് എന്നർത്ഥം, എലികൾ എന്നുള്ള അർത്ഥം. റൊയ്ബർ, റോബർ എന്നർത്ഥം. ഓക്കെ, അപ്പൊ ഇത്രയും വളരെ പ്രധാനപ്പെട്ട ഉംലൗട്ടുകളും ഡിപ്തോൺസും ആണ് നമ്മൾ കണ്ടത്. നമുക്ക് ഇത്ര മാത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഔ എന്നുള്ളതിന്റെ ആ ഉ, എ ഇ, ഇ എ, എ ഉ, ആ ഉംലൗട്ട്.
ഇത്രയും ശബ്ദങ്ങൾ നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്കൊന്ന് പഠിച്ചു വെച്ചാൽ ഇത് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ ഇത് പഠിക്കാനായിട്ട് നമുക്ക് ചില എളുപ്പ വഴികൾ നമുക്കുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് വളരെ ലളിതമായിട്ട് ഇവ പഠിക്കാനുള്ളൊരു കാര്യമാണ് എന്തെങ്കിലും ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു കാര്യമൊക്കെ എടുത്ത് ആ രീതിയിൽ വായിച്ചു നോക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എളുപ്പ വഴി വരുന്നത്. അപ്പൊ അതിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പൊ നമ്മൾ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊന്ന് വായിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇവിടെ നോക്കുക, മൈൻ നാമെ ഈസ്റ്റ് അന്ന. അപ്പൊ ഇവിടെ നമ്മൾ കാണുക മൈൻ, എ എന്നുള്ള വാക്കുകളാണ് ഇവിടെ അക്ഷരമാണ് ഇവിടെ കാണുക. അപ്പം മൈൻ നാമെ ഈസ്റ്റ് അന്ന. ഇഹ് കൊമ്മെ ഔസ്, കണ്ടോ, ഓയിസ്റ്ററൈഹ്. ഇവിടെ ഓയിസ്റ്ററൈഹ്, ഓയിസ്റ്ററൈഹ്, ഓക്കെ, ഓയിസ്റ്ററൈഹ്. und lebe seit, ആയതുകൊണ്ട് സൈറ്റ്, 3 Jahren. അപ്പൊ അതവിടെ 3 Jahren. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, അല്ലെങ്കിൽ അവിടെ സംശയം വരും, അതുകൊണ്ടാണ് അത്. ഓക്കെ, ഇവിടെ നോക്കാം, മൈ നാമെ ഈസ്റ്റ് അന്ന, ich komme aus Österreich und lebe seit 3 Jahren in Deutschland. ഒയ്, എന്നാണ് അത് നമ്മൾ ഒയ് എന്ന് വായിക്കുന്നത്. ഡോയ്, ഒയ്, ഡോയ്ച്ച്ലാൻഡ്. Ich bin 15, അതവിടെ പിന്നീട് നമുക്ക് പഠിക്കാം നമ്പർ, 15 Jahre alt und habe 2, കണ്ടോ, 2 Geschwister. Meine Schwester heißt Clara und ist 13 Jahre alt. Mein Bruder Michael ist 18 Jahre alt. Wir wohnen mit unseren Eltern in einem Haus in der Nähe von München. Meine Mutter ist Köchin. Mein Vater arbeitet in einer Bank. അപ്പൊ ഞാനൊന്ന് ഒരു പ്രാവശ്യം വായിക്കാം, ഒന്ന് ശ്രദ്ധിക്കുക. Mein Name ist Anna. Ich komme aus Österreich und lebe seit 3 Jahren in Deutschland. Ich bin 15 Jahre alt und habe 2 Geschwister. Meine Schwester heißt Clara und ist 13 Jahre alt. Mein Bruder Michael ist 18 Jahre alt. Wir wohnen mit unseren Eltern in einem Haus in der Nähe von München. Meine Mutter ist Köchin. Mein Vater arbeitet in einer Bank. ബാക്കി നിങ്ങൾ ഈ ഒരു കാര്യം ഇവിടെ താഴെ തന്നിരിക്കുന്ന ich lese gerne und mag Tiere. Wir haben einen Hund, 2 Katzen und im Garten einen Teich mit Goldfischen. Ich gehe auch ആണ് കേട്ടോ, അവിടെ ഇപ്പുറത്തെ ലൈനോട്ട് വന്നുകൊണ്ടാണ്. gerne in die Schule. Mein Lieblingsfach ist Mathematik. ഈ കാര്യം ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ച് ഇവിടെ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു. ഇതില് മുൻപിലുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ആയിട്ട് ഇടുക. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കാണുകയും ചെയ്യും. താങ്ക് യു സോ മച്ച്.